ക്രൂശെടുത്തു ഞാൻ പാദനിഷ്ടം നിറവേറ്റുമേ. ഞാൻ പിന്തുടർന്നിടും, ഞാൻ പിൻഗമിച്ചിടും എന്നുടെ ജീവിതയാത്രയിൽ. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ തഞ്ചിറകനിക്കു വിശ്രമം. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ തഞ്ചിറകനിക്കു വിശ്രമം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45 സങ്കീർത്തനം 12 വാക്യം. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. സോർ നിവാസികൾ എന്നത് സമ്പന്നതയും വ്യാപാരവും പ്രതിനിധീകരിക്കുന്ന ഒരു നഗരത്തെ സൂചിപ്പിക്കുന്നു. ലോകത്തിൻ്റെ സമ്പത്തും ശക്തിയും രാജാവിൻ്റെ മുൻപിൽ ഒന്നുമല്ല. രാജാവിൻ്റെ പ്രസാദം തേടാൻ അവർ സമ്മാനങ്ങളോടെ വരുന്നുണ്ട്. രാജാവിനുള്ള ആദരവും കീഴടങ്ങലുമാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ മഹാരാജാവും കർത്താവുമായവൻ്റെ അരികിൽ നാം എത്തേണ്ടത് അഭിമാനത്തോടെയല്ല, വിനയത്തോടെയാണ്. മനുഷ്യൻ്റെ യഥാർത്ഥ ആവശ്യം ദൈവത്തിൻ്റെ മുഖപ്രസാദമാണ്. സമ്പത്തുള്ളവർക്കും ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, പണം, പദവി, പ്രശസ്തി എന്നിവ ഒന്നും ദൈവത്തിൻ്റെ പ്രസാദത്തിന് പകരമാകില്ല. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രാജകീയ കൃപ വിലയേറിയതാണ്. രാജാതി രാജാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വരുന്നവരെ അവൻ നിരസിക്കുകയില്ല. നാം എന്ത് അവസ്ഥയിലായാലും വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ വന്നാൽ അവൻ നമ്മെ സ്വീകരിക്കും. ലോകം ആരാധിക്കുന്നവരെല്ലാം ഒരു നാൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടവരാണ്. അതിനാൽ ഇന്ന് തന്നെ നാം വിനയത്തോടെ, വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം അവൻ്റെ കൈകളിൽ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ മുഖപ്രസാദം ലഭിക്കുമാറ് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.